ഹായ് എല്ലാവർക്കും നമസ്കാരം. ഞാൻ തംസൂരാജി ഡയറീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്കൊരു പനീർ കറിയുടെ റെസിപ്പിയാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത്. അപ്പോൾ പനീർ കറിക്ക് വേണ്ടിയിട്ട് 200 ഗ്രാം പനീർ എടുത്തിട്ടുണ്ട്, ഒരു വലിയ സവോള എടുത്തിട്ടുണ്ട്, ഒരു 10 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, 2 കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്, 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്, 2 തക്കാളിക്ക എടുത്തിട്ടുണ്ട്, ഒരു പിടി മഖാന എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഡ്രൈ റോസ്റ്റ് ചെയ്യാനായിട്ടാണ്. ഇത് റോസ്റ്റ് ചെയ്തിട്ട് നമുക്കിങ്ങനെ ഞെക്കിയാൽ, കയ്യിലെടുത്തുനിന്ന് ഞെക്കിയാൽ അത് പൊട്ടും. അതാണ് അതിൻ്റെ ഒരു പരുവേ. നെയ്യോ എണ്ണയോ ഒന്നും ഒഴിക്കേണ്ട. ഈ മഖാനയുടെ സ്ഥാനത്ത് നമുക്ക് കപ്പലണ്ടി വേണേലും ഇതുകൂട്ട് തന്നെ വറുത്തിട്ട് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് നമുക്ക് മിക്സിയിലിട്ട് അടിച്ച് ഇതുപോലെ തന്നെ ചേർക്കാം. അല്ലെങ്കിൽ പറങ്ങാണ്ടി വേണേലും ചേർക്കാം. അപ്പം ഞാനിത് പൊടിച്ചെടുത്തിട്ടുണ്ട്. തക്കാളിക്ക് ഞാൻ അരച്ചും എടുത്തിട്ടുണ്ട്. 2 ടീസ്പൂൺ തൈര് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ തൈരിലോട്ട് ആവശ്യത്തിനുള്ള മസാല ചേർത്ത് കൊടുക്കാം. കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്, മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്, മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്, മുളക് പൊടി അര ടീസ്പൂൺ എടുത്തിട്ടുള്ളൂ, മല്ലിപ്പൊടി 1 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്, ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയുമാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ പൊടിച്ചെടുത്ത മഖാനയും ഇതിലോട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഏത് എണ്ണയ്ക്കകത്താണോ ഈ കറി വെക്കുന്നത് അതേ എണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഇച്ചിരി 1 ടീസ്പൂൺ എണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഏത് എണ്ണയിൽ വേണമെങ്കിലും ഇത് ചെയ്തെടുക്കാം. വെളിച്ചെണ്ണയിലോ ഒക്കെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. ഇപ്പം ഞാൻ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിതിലോട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ആ വെള്ളം നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലോട്ട് പനീറും കൂടെ ഇട്ട് കൊടുത്ത് വെക്കാം. അപ്പോഴത്തേനും നമ്മുടെ സവോളയൊക്കെ വഴന്ന് വരും. അപ്പോഴത്തേനും നമ്മുടെ പനീറിലോട്ട് ഈ മസാലയൊക്കെ ഒന്ന് പിടിച്ചോളും, ഉപ്പും ഒക്കെ പിടിക്കും. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കണേ. പിന്നെ നമുക്കിതിലോട്ട് ജീരകം, സാദാ ജീരകം, ഇത് നമ്മുടെ സായി ജീര എന്ന് പറയുന്ന ഒരു ജീരകമാണ്. പിന്നെ ഇതിവിടെ കിട്ടുന്ന ഒരു മസാലയായിരുന്നു ഞാൻ കാണിച്ചത്. ഇത് കറുത്ത ഏലക്ക, അതായിരുന്നു ഞാൻ കാണിച്ചത്. പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടി എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ സാധാരണയായിട്ട് കുരുമുളക് പൊടിയാണ് കൂടുതലും ചേർക്കാറുള്ളത്. പിന്നെ എണ്ണയിലോട്ട് ഞാൻ ബട്ടർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതാണ് വലിയ ഏലക്ക, കറുത്ത ഏലക്കായെ. അപ്പോൾ അതൊന്ന് പൊട്ടിച്ചിട്ടാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അതിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് നമ്മൾ ആ എണ്ണയിലോട്ട് ഈ മസാലകളൊന്ന് ഇട്ട് കൊടുക്കണം. എന്നിട്ട് നമ്മളുടെ സവോള ചേർത്ത് കൊടുക്കുക. സവോള നല്ലപോലെ വഴന്നു വരുമ്പോഴത്തേക്കിന് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ഞാൻ ചതച്ചെടുത്ത് വെച്ചിട്ട് അതിലോട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. അതുകൂടെ ഇതിലോട്ട് കൊടുത്തിട്ട് നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോഴത്തേക്കിനെ നമ്മുടെ പനീറെല്ലാം നല്ലതായിട്ട് മസാലയിൽ പിടിച്ചു വന്നിട്ടുണ്ട്. നമ്മൾ ആ പനീറും കൂടെ ഈ മസാല സവോളയൊക്കെ വഴറ്റിയില്ലേ അതിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കണേ. നമ്മുടെ പനീറൊക്കെ മിക്സ് ചെയ്ത് വെച്ചിരുന്ന ആ പാത്രത്തിൽ ആ മസാലയിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് അതുകൂടെ ഈ കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ അരച്ച് വെച്ചിരുന്ന തക്കാളിക്കയുടെ പേസ്റ്റ് കൂടി ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. പിന്നെ തൈര് പുളിയില്ലാത്ത തൈരായിരിക്കണം എടുക്കേണ്ടത്. അല്ലെ തക്കാളിക്കായും തൈരും കൂടെ ആകുമ്പോൾ ഒത്തിരി പുളിയാകുവേ. അത് ശ്രദ്ധിക്കണം കേട്ടോ. പിന്നെ തൈര് ചേർക്കാൻ താല്പര്യമില്ലേ ചേർക്കണ്ട, കുഴപ്പമില്ല. ഇത് നമ്മുടെ പെരുംജീരകത്തിൻ്റെ പൊടിയാണ്. ഇതുപോലെ ഒരു 1/4 ടീസ്പൂൺ പെരുംജീരകപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളുടെ ചിക്കൻ മസാലയോ ഏതെങ്കിലും ഒരു മസാല, ഏതെങ്കിലും അല്ല, പച്ചക്കറികളുടെ മസാലയൊന്നും ചേർക്കരുത്, സാമ്പാർ മസാലയൊന്നും ചേർക്കരുത്. അങ്ങനെ ഒരു ഗരം മസാലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ കസൂരി മേത്തി ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ കയ്യിൽ കൊണ്ടൊന്ന് ചെറുതായിട്ടൊന്ന് പൊടിച്ചു കൊടുത്തിട്ട് ചേർക്കുവാണെങ്കിൽ ഒന്നുകൂടെ നല്ലതാണ്. അപ്പോൾ ആ കസൂരി മേത്തിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ മല്ലിയിലയും കൂടെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള പനീർ കറിയുടെ റെസിപ്പി റെഡിയായി. ആദ്യം കാണിക്കുന്ന സാദാ ജീരകവേ, ഇത് നമ്മുടെ സായി ജീര എന്ന് പറയും. ഇത് ഇവിടുത്തെ ഒരു മസാലയാണ്. പിന്നെ നമ്മുടെ കറുത്ത ഏലക്ക, വലിയ ഏലക്ക, പിന്നെ ഞാൻ കുരുമുളക് പൊടി എടുത്തിട്ടുണ്ട്. ഇത് ആദ്യം കാണിച്ചപ്പം ആർക്കും മനസ്സിലായി കാണത്തില്ലായിരിക്കും എന്ന് വിചാരിച്ച് ഞാൻ ഒന്നുകൂടെ പറഞ്ഞതേ ഉള്ളൂ. ആ മസാലകളിൽ നിങ്ങളുടെ കയ്യിലില്ലാത്ത മസാലകളൊന്നും ഇടണമെന്നില്ല. നമ്മുടെ സാദാ ഏലക്ക ഇടണമെങ്കിൽ ഇടാം, അല്ലെങ്കിൽ 2 ഗ്രാമ്പൂ ഇടാം. അതല്ലേ നമ്മുടെ സ്റ്റാറില്ലേ മസാലകൾക്കകത്തൊക്കെ ഉള്ളത്, തക്കോലോ എന്നൊക്കെ പറയുന്ന അതിൻ്റെ ഒരു കഷ്ണം വേണമെങ്കിലും ഇടാം. അതൊന്നും ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. മസാല കൂടി പോയാലും ടേസ്റ്റ് മാറും. അപ്പം നമ്മളുടെ ഈ റെസിപ്പി നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ബട്ടർ ഇടാൻ താല്പര്യമില്ലെങ്കിൽ അതും ചേർക്കണമെന്നില്ല. പിന്നെ നെയ്യ് ഒഴിക്കണമെങ്കിൽ ആ എണ്ണയിലോട്ട് കുറച്ച് നെയ്യ് വേണമെങ്കിലും ഒഴിക്കാം. ഇത് രണ്ടും ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. നിങ്ങൾ ഒഴിക്കുന്ന ഏത് എണ്ണയിൽ വേണമെങ്കിലും ഇത് ചെയ്തെടുക്കാൻ പറ്റും.
പിന്നെ ഞങ്ങളിവിടെ കുരുമുളകാണ് കൂടുതലും കറികളിലൊക്കെ ഉപയോഗിക്കാറുള്ളത്. പിന്നെ ഈ റെസിപ്പി ചെയ്യുന്നത് കൊണ്ടാണ് മുളക് പൊടി ഉപയോഗിച്ചത്. വീഡിയോയിലൊന്ന് കാണാനായിട്ട് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട്. ഇപ്പം മുളക് പൊടി ഞാൻ കുറവാണ് എടുത്തിട്ടുള്ളത്. പച്ചമുളകും നല്ല എരിവുള്ള പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. എരിവും ഉപ്പും ഒക്കെ നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാമേ. പിന്നെ വെള്ളം ഞാൻ ഒരു 2 ഗ്ലാസ് വെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഈ കറി ഇരിക്കും തോറും കുറുകി വരുന്ന ഒരു കറി കൂടിയാണ്, അതും ശ്രദ്ധിക്കണം. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഫുള്ളായിട്ട് കണ്ടാൽ മാത്രമേ ഞാനിത് എന്തൊക്കെയാണ് ചെയ്തേക്കുന്നതെന്നും ഒക്കെ നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ. ഈ വീഡിയോ ഫുൾ കണ്ടവർ ഈ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഈ കറി നമുക്ക് പാലപ്പത്തിൻ്റെ കൂടെയോ നമ്മുടെ ഇടിയപ്പമൊക്കെ ഉണ്ടല്ലോ അതിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്.